ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ ഇംഗ്ലീഷിലുള്ള ഫ്രേസസും ക്ലോസസിനെയും പറ്റിയാണ്. ഇവ രണ്ടും സെൻറ്റൻസ് സ്ട്രക്ചറിൽ പ്രധാനപ്പെട്ടതാണ്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുമെന്ന വിശ്വാസത്തോടെ നേരെ വീഡിയോയിലേക്ക് പോകാം. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഘടകങ്ങളാണ് ഫ്രേസസും ക്ലോസസും. എന്നാൽ ഇവ രണ്ടും വ്യത്യസ്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. ആദ്യമായി ഫ്രേസസിനെ നോക്കാം. ഫ്രേസ് എന്നത് ഒരു കൂട്ടം പദങ്ങളാണ്. അവയിൽ സബ്ജക്റ്റും വെർബും അടങ്ങിയിട്ടില്ല. എന്നാൽ അതൊരു പൂർണ്ണമായ ചിന്തയായി പ്രവർത്തിക്കുന്നു. ഒരു സെൻറ്റൻസിൽ ഒരൊറ്റ യൂണിറ്റ് പ്രവർത്തിക്കുന്ന പദങ്ങളുടെ കൂട്ടത്തിനെ ഫ്രേസ് എന്ന് വിളിക്കുന്നു. ഒരു ഉദാഹരണം നോക്കാം. സ്കൈ ഈസ് ദ ലിമിറ്റ്. ഇതിൻ്റെ അർത്ഥം അതിരുകളില്ലാതെ നേട്ടങ്ങൾ നേടുന്നതിനോ പൂർത്തീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്നു. സ്കൈ ഈസ് ദ ലിമിറ്റ് ഫോർ എ പൊട്ടൻഷ്യൽ. ഇങ്ങനെ നിരവധി ഫ്രേസസ് ഇംഗ്ലീഷിലുണ്ട്. അടുത്തത് ക്ലോസസ് ആണ്. ക്ലോസസ് രണ്ട് വിധത്തിലാണ്: ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും. ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസ് എന്നും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും വിളിക്കുന്നു. ഇവയ്ക്കൊരു വലിയ സെൻറ്റൻസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിയും. ഉദാഹരണത്തിനൊരു സെൻറ്റൻസ് നോക്കാം. ദ കാറ്റ് ഹൂ വാസ് സിറ്റിംഗ് ഓൺ ദ മാറ്റ് ചേസ് ദ മൗസ്. ഇവിടെ മെയിൻ ക്ലോസ് ദ കാറ്റ് ചേസ് ദ മൗസ് ആണ്. ഫ്രേസ് ഹൂ വാസ് സിറ്റിംഗ് ഓൺ ദ മാറ്റ് ആണ്. ഈ സെൻറ്റൻസിൽ ഫ്രേസും ക്ലോസും ഒരുമിച്ച് പ്രവർത്തിച്ച് ആ സെൻറ്റൻസിൻ്റെ പൂർണ്ണമായ അർത്ഥം അറിയിക്കാൻ സാധിക്കുന്നു. ഇനി ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെയും ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെയും പരിശോധിക്കാം. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് എക്സാമ്പിൾ: ഷീ വെൻറ്റ് ടു ദ ഷോപ്പ്. ഈ ക്ലോസിൽ ഷീ സബ്ജക്റ്റും വെൻറ്റ് ടു ദ ഷോപ്പ് പ്രെഡിക്കേറ്റുമാണ്. ഇതൊരു കംപ്ലീറ്റ് സെൻറ്റൻസായി നിൽക്കുകയും ചെയ്യുന്നു. ഇനി ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ നോക്കാം. ഉദാഹരണത്തിന്, ബിക്കോസ് ഇറ്റ് വാസ് റെയിനിങ്. ഈ ക്ലോസിലും സബ്ജക്റ്റും പ്രെഡിക്കേറ്റും ഉണ്ട്. ഇറ്റ് സബ്ജക്റ്റും വാസ് റെയിനിങ് പ്രെഡിക്കേറ്റുമാണ്. എന്നാൽ ഈ ക്ലോസ് ഒറ്റയ്ക്കൊരു പൂർണ്ണവാക്യം അല്ലെങ്കിൽ കംപ്ലീറ്റ് സെൻറ്റൻസ് ആകെയില്ല. എന്തെന്നാൽ ഇതൊരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിച്ചാണ് കോണ്ടക്സ്റ്റിൻ്റെ പൂർണ്ണ അർത്ഥം എക്സ്പ്രസ് ചെയ്യുന്നത്. ഈ സെൻറ്റൻസ് ഇങ്ങനെ ആണെങ്കിലോ: ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ഇൻഡോഴ്സ് ബിക്കോസ് ഇറ്റ് ഈസ് റെയിനിങ്. മഴയുള്ളതിനാൽ അവൾ വീടിനുള്ളിൽ തന്നെ ഇരിക്കാം എന്ന് തീരുമാനിച്ചു. ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഒരുമിച്ച് നിന്ന് ഒരു സമ്പൂർണ്ണ സെൻറ്റൻസ് രൂപീകരിക്കുന്നു. അപ്പോൾ സെൻറ്റൻസ് സ്ട്രക്ചറിന് ഇൻഡിപെൻഡൻറ്റ് ക്ലോസിന് ഒറ്റയ്ക്ക് നിന്നാലും കഴിയും. പക്ഷേ ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് അത് സാധ്യമല്ല. ചുരുക്കി പറഞ്ഞാൽ, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ഒറ്റയ്ക്ക് തന്നെയും ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. അവയ്ക്ക് സബ്ജക്റ്റ് പ്രെഡിക്കേറ്റ് ഉണ്ട്. മറിച്ച് ഡിപ്പെൻഡൻറ്റ് ക്ലോസിന് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ ആശ്രയിക്കേണ്ടതായി വരും. ഡിപ്പെൻഡൻറ്റ് ക്ലോസിൻ്റെ ആരംഭത്തിൽ തന്നെ സബോർഡിനേറ്റ് കൺജങ്ഷനുകളായ ബിക്കോസ്, ഓൾദോ, ഈഫ് എന്നിവ കാണും. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രേസിൻ്റെയും ക്ലോസിൻ്റെയും ഒരു ബേസിക് നോളജ് കിട്ടിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ല ആശയവിനിമയത്തിന് ഫ്രേസും ക്ലോസും വളരെയധികം ഉപകരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.